ഹായ്. കുറച്ച് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കിയിരുന്നു. അതിൽ ഒരു കൂട്ടർ നമുക്ക് മെസ്സേജ് അയക്കി ഇങ്ങനെയാണ്, സാർ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയില്ല, എന്താ ചെയ്യാം? ഓക്കെ, ഒരു കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി നമുക്ക് വന്നിട്ടുള്ളത്, സാറെ കുറെയൊക്കെ പഠിച്ചു പക്ഷെ ഇവിടെ എത്തിയില്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, സ്കിപ്പ് ചെയ്യണോ വേണ്ടേ, ഇനി ഏതെങ്കിലും പേര് നമ്മൾ ഓവറായിട്ട് ഫോക്കസ് ചെയ്യണോ വേണ്ടേ? സോ ഇങ്ങനെ രണ്ട് കാറ്റഗറി. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറിക്കാർക്ക് നമുക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല. കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? നേരമാണ് പഠിച്ചെഴുതിയിട്ട് പാസ്സാകാൻ പറ്റുന്നില്ല പല ആളുകൾക്കും. അപ്പൊ ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് 10 ദിവസം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സെക്കൻഡ് കാറ്റഗറി, കുറച്ചൊക്കെ പഠിച്ചു പക്ഷെ എവിടെ എത്തിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. സോ അവരോട് നമുക്ക് പറയാനുള്ളത്, സ്കിപ്പ് ചെയ്യണോ? ചെറിയ സ്കിപ്പ് ചെയ്യാം. ഫോക്കസ് ചെയ്യണോ? ചെറിയ ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ അത് ഏതൊക്കെ ഏരിയ എങ്ങനെ എക്സാമിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു കേസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ സെക്കൻഡ് കാറ്റഗറിക്കാർ മാത്രം കേട്ടാൽ മതി. ഫസ്റ്റ് കാറ്റഗറിക്കാരോട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് 10 ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുന്ന ഒന്നല്ല ഇത്രയും വലിയൊരു ടോപ്പിക്. ഓക്കെ, സോ ഇത് നമ്മൾ രണ്ട് കാറ്റഗറിക്ക് മാറ്റുവാണ്. മാത്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സ്റ്റാറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി. സോ എന്തൊക്കെ പഠിക്കണം ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു ചെറിയ വീഡിയോ മതിയാകില്ല. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കണ്ടന്റുകൾ മാത്രം വെച്ചിട്ട് എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള ഒരു കേസാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ ഞാൻ മാത്സിന്റെ ടോപ്പിക്സ് ഒന്ന് കൊണ്ടെടുക്കുവാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് അല്ല മാത്സിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് അല്ല മാത്സിനകത്ത് വരുന്നത്. ഇതിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ പ്രീവിയസ് എക്സാമിന്റെ ബേസിലാണ് സംസാരിക്കുന്നത് കേട്ടോ. പ്രീവിയസ് എക്സാമിന്റെ ബേസിലാണ് പറയാൻ പോകുന്നത്. ആദ്യം മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. മാത്സിനകത്ത് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. 8 ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ടോട്ടൽ 40 മാർക്സ് അല്ലേ ടോട്ടൽ വരുന്ന മാത്സിനകത്ത് നിന്ന്. സോ 40 ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് 5 മാർക്കിന്റെ പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ചാപ്റ്ററിനകത്ത് 5 മാർക്സ്. പക്ഷെ ലാസ്റ്റ് എക്സാമിന് ഈ ഒരൊറ്റ ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് ചോദിച്ചത് 14 ക്വസ്റ്റ്യൻസ് ആണ്. മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്റെ പഴയ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിനകത്ത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 14 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് എല്ലാ എക്സാമിനും 40 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ല. ചില എക്സാമിന് 8 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. സോ മിനിമം 8, മാക്സിമം 14 മുന്നും ചോദിച്ചിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല, പക്കയായിട്ട് പഠിക്കണം. കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് 11, 12, 13 മാർക്സ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും മാത്സിനകത്ത് ഒരു ചാപ്റ്ററിന് ഇത്ര പെർഫെക്റ്റ് മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 11 മാർക്സോ 12 മാർക്സോ 30 മാർക്സോ ഇത്രയും നമുക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതിനകത്ത് പ്യൂർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ ചോദിക്കും അതിനകത്ത് എന്തെങ്കിലും മാത്രം പഠിക്കാനുള്ളത് ഉണ്ട്. അതിനകത്ത് വൈഡ് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഞാൻ ചില ടോപ്പിക്സ് മാത്രം പറഞ്ഞുതരാം അതിനകത്ത് നിന്ന്. ഓക്കെ, ഒന്ന് നമുക്ക് വരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ഈ വീഡിയോ മതിയാവില്ല. സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, സോ സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് 2 ഇക്വേഷൻസ് പഠിക്കാറുള്ളത്. ഏതൊക്കെയാണ്? എമൗണ്ട് കാണാൻ ഒരു ഇക്വേഷൻ, ഇൻട്രസ്റ്റ് കാണാൻ ഒരു ഇക്വേഷൻ. പിന്നെ ആദ്യമേ പറയുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇക്വേഷൻ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അല്ല. കോൺസെപ്റ്റ് പക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കോൺസെപ്റ്റ്സ് അതിനകത്തുള്ള ഓരോ ടോപ്പിക്സും കോൺസെപ്റ്റ് ബേസിക് ക്ലാരിറ്റി വേണം. ഓക്കെ, അല്ലാതെ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, സോ അതിനുശേഷം അതിനകത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇവിടെയും സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് പറഞ്ഞ പോലെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ, അതെന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ 2 ഇക്വേഷൻ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണാൻ ഒരു ഇക്വേഷനും എമൗണ്ട് കാണാൻ ഒരു ഇക്വേഷനും. സോ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് ആനുറ്റി എന്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ആനുറ്റിയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, എന്നാലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആനുറ്റിയുടെ ക്വസ്റ്റ്യൻ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം പിന്നെ വരുന്നത് ഫ്യൂച്ചർ വാല്യൂ അല്ലെ. സോ ഫ്യൂച്ചർ വാല്യൂന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം, എന്നാലും ഫ്യൂച്ചർ വാല്യൂന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ഫ്യൂച്ചർ വാല്യൂയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂയുടെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് വല്ല വരിക, അങ്ങനെ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ പല ക്വസ്റ്റ്യൻസിനകത്തും ഫ്യൂച്ചർ വാല്യൂ ആണോ പ്രസന്റ് വാല്യൂ ആണോ എന്നുള്ള മീനിങ് പറയാറില്ല. അതേപോലെ തന്നെ ഈ ആനുറ്റി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
റെഗുലറിന്റെ ഒരു കേസും വരുന്നുണ്ട്, ഇമ്മീഡിയറ്റിന്റെ ഒരു കേസും വരുന്നുണ്ട്. സോ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. എന്നാലേ ഇക്വേഷൻ വരുമ്പോൾ ആന്റി റെഗുലർ ആണോ ആന്റി ഇമ്മീഡിയറ്റ് കോൺസെപ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ടത് പ്രസന്റ് വാല്യൂ എന്താണെന്ന് അറിയണം. ഓക്കെ, സോ ഇതോടുകൂടി ഒരു 80% 90% ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ. അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് ലീസിങ്, സിങ്കിങ് ഫണ്ട്, NPV, CAGR ആൻഡ് പെർപെച്യൂറ്റി അല്ലെ. പെർപെച്യൂറ്റിയുടെ കേസ് ഒന്നുകൂടെ വരുന്നുണ്ട്, ഗ്രോയിങ് പെർപെച്യൂറ്റി, പിന്നെ ഒരു വാല്യുവേഷൻ ഓഫ് ബോണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കേസുകൾ. എല്ലാ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാനൊന്ന് മാറ്റി എഴുതി തരാം. ഒന്ന് എഫക്റ്റീവ് റേറ്റ് ചോദിക്കും, എല്ലാ എക്സാമിനും ചോദിക്കും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കേസ്. പിന്നെ പെർപെച്യൂറ്റി ഇമ്പോർട്ടന്റ് ആണ്. പെർപെച്യൂറ്റി അല്ലെങ്കിൽ ഗ്രോയിങ് പെർപെച്യൂറ്റി, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന്. സോ ഈ 2 ടോപ്പിക്സിനകത്ത് എന്തായാലും ക്വസ്റ്റ്യൻ വരും, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ്. 14 ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഏരിയാസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക മീൻസ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് ചെയ്യാൻ പറ്റണം. ടെക്സ്റ്റ് ബുക്ക് ഈസ് യുവർ മെറ്റീരിയൽ. നിങ്ങളുടെ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ മെറ്റീരിയൽ, അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ ചെയ്യേണ്ടത്. കാരണം ബേസിക്സ് നടക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്താണ്. ഓക്കെ, സോ അതൊരു കേസ് അതവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ചാപ്റ്റർ വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് ടോപ്പിക് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഇക്വേഷൻസും ലീനിയർ ഇക്വാലിറ്റീസും. ഓക്കെ, ഇക്വേഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇക്വേഷൻസിനകത്ത് ഇപ്പൊ ലാസ്റ്റ് എക്സാം നമ്മൾ എടുക്കുവാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് ലാസ്റ്റ് എക്സാമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ക്യൂബിക്കിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ്. സോ ഇത് എല്ലാ എക്സാമിലും ഇങ്ങനെ തന്നെയല്ലേ വരുക. ഇപ്പൊ ചില എക്സാമിൽ ക്യൂബിക് ഇക്വേഷനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ക്വാഡ്രാറ്റിക്കിനകത്ത് 2 or 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പലതും ഓപ്ഷൻ, ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അത് സ്കിപ്പ് ചെയ്യരുത്. ക്വാഡ്രാറ്റിക്കിനകത്തുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്ന ചില ടോപ്പിക്സ് ഉണ്ട്, ഇല്ല എന്നല്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. സോ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്യൂബിക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ക്യൂബിക്ക്. ഓക്കെ ആണോ? സോ ആ 4 മാർക്ക് നമുക്ക് കിട്ടണം. ലാസ്റ്റ് എക്സാമിന് 4 മാർക്സ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ലീനിയർ ഇൻക്വാലിറ്റീസ്. സോ ഈ ഇക്വേഷൻ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ക്വാഡ്രാറ്റിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്വാഡ്രാറ്റിക് ആണ് അവിടെ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലീനിയർ ഇൻക്വാലിറ്റീസിനകത്ത് ലാസ്റ്റ് എക്സാമിൽ 2 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെറിയൊരു ടോപ്പിക് ആണ്. ആകെ 1 മണിക്കൂർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ 2 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. ഉറപ്പിച്ച് പറയുന്നത് 2 മാർക്കാണ്, ചിലപ്പോൾ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. ലാസ്റ്റ് എക്സാമിന് 2 മാർക്കാണ് ചോദിച്ചത്. ഒന്ന് ഗ്രാഫ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യനും, മറ്റൊന്ന് 1 വേരിയബിളിന്റെ കേസ് ആണെന്ന് തോന്നുന്നത്. സോറി, ലീനിയർ ഇക്വാലിറ്റി 2 വേരിയബിൾ ഫോം ചെയ്യാം. ഒരു ഡയറ്റീഷ്യന്റെ കേസ് ഒക്കെ വന്നിട്ട് സംതിങ് അയാൾക്ക് ഇത്ര വൈറ്റമിൻ എ വേണം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി വേണം എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഗ്രാഫ് വരയ്ക്കുന്ന കോൺസെപ്റ്റുകളൊക്കെ അറിയണം. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട് ചില എക്സാംസിന്. ഓക്കെ, സോ ഇത്രയാണ് ആദ്യം വരുന്ന 2 ടോപ്പിക്സ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് തേർഡ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ്, ലോഗരിതം. അപ്പൊ എന്താ ലോഗരിതം എഴുതാന്? പല ആൾക്കാർക്കും ലോഗരിതം കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ആണ്. പല ആൾക്കാർക്കും, എല്ലാവർക്കും നല്ല. ഓക്കെ, കുറച്ച് പേർക്ക്. ഓക്കെ, റേഷ്യോ ഈസിയാ, ലാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. പ്രൊപ്പോർഷൻ ഈസിയാ, ലാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. ഇൻഡിസസ് ലാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. ലോഗരിതം ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനകത്തും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ഈസിയാണ്, പ്രൊപ്പോർഷൻ ഈസിയാണ്. ഈ പറഞ്ഞ പോലെ ഇൻഡിസസ് ചില ആൾക്കാർക്ക് കുറച്ചൊരു ഓക്കെ, ലോഗും കുറച്ചൊരു ആ ഒരു പാറ്റേൺ വരുന്നതാണ്. സോ ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഡിസസും ലോഗും സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുന്ന പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചെയ്താൽ അത്രയും മതി, അത് മതി. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും മെറ്റീരിയൽ ക്വസ്റ്റ്യൻസും ഇല്ലേ, അതിന്റെ ഇൻഡിസസിനകത്തുനിന്നും ലോഗിനകത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ചെയ്യാം. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തൊരു കുഴപ്പമില്ല.
അത്രയേ ഉള്ളൂ. പിന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ ആകുന്ന പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു റൈസ് അരി മേടിക്കുന്ന ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ടീ പൗഡർ ചായപ്പൊടി മേടിക്കുന്ന ഒരു കേസ് സംതിങ്, പിന്നെ ബാഗിനകത്ത് പോയിന്റ്സ് വരുന്ന ഒരു കേസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കേസ് ഇൻകം എക്സ്പെൻസ് സേവിങ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് റേഷ്യോ പ്രൊപ്പോർഷനകത്ത്. ഒരുവിധം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒരാളുടെ ഇൻകത്തിന്റെ റേഷ്യോ, എന്നിട്ട് അവരുടെ സേവിങ്സ് രണ്ടുപേരുടെ എത്രയാണ്, അവരുടെ എക്സ്പെൻസിന്റെ റേഷ്യോ, എന്നിട്ട് ഫൈൻഡ് ദ റിയൽ ഇൻകംസ് എന്ന് പറയുന്ന പാറ്റേൺ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസിനകത്ത് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്റെ യൂട്യൂബ് ചാനലിൽ താഴെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ എക്സസൈസ് ക്വസ്റ്റ്യൻസിന് എല്ലാം ഒന്നില്ലെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ആ ഒരു ഏരിയ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്ന സീക്വൻസ് ആൻഡ് സീരീസ്. ഓക്കെ, അത് നമ്മുടെ ഫോർത്ത് ടോപ്പിക്സ് ആണ്. അതായത് AP and GP എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഒന്നുമില്ല, രണ്ട് ചെറിയ ടോപ്പിക് എടുത്തു. അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് nth ടേം കാണാനുള്ള ഫോർമുല, സം കാണാനുള്ള ഫോർമുല. GPക്കകത്ത് nth ടേം കാണാനുള്ള ഫോർമുല, സം കാണാനുള്ള ഫോർമുല. ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മളിത് പഠിച്ചു വരുമ്പോൾ ഈസി ആയിരിക്കും. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മുടെ തലയിൽ ചെയ്യും. അതെന്തുകൊണ്ടാ? അവർ കുറച്ചുകൂടെ ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിക്കുക. ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് റെഫർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർ ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. സാധാരണ നമുക്ക് നമ്പേഴ്സ് ആയിട്ടാണെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലെ. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് ABCD, ആണ് GP അല്ലെങ്കിൽ AP. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്കും ബിക്കും സിക്കും ഡിക്കും നമ്മളെ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എക്കും ബിക്കും സിക്കും ഡിക്കും നല്ലൊരു GP നോക്കിയിട്ട് കൊടുക്കുക. 1 2 4 8 ABCD 1 2 4 8. ആ ഒരു പാറ്റേണിൽ ആ ഒരു ഷോർട്ട് കട്ട്സും കാര്യങ്ങളും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് AP and GP. 4 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് AP-ക്കകത്ത് മേ ബി 2, GP-ക്കകത്ത് 2 ആയിരിക്കും. പിന്നെ അവിടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചില ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ APയുടെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് കാണാൻ, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്, പെർഫെക്റ്റ് സ്ക്വയർസ്, പെർഫെക്റ്റ് ക്യൂസ്. ഓക്കെ, ഇത്രയാണ് അവിടെ വരുന്നത്. സോ അതേപോലെ മാത്തമാറ്റിക്സും ഫിനാൻസിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു തരാം. സിംഗിൾ ഇൻട്രസ്റ്റിനകത്ത് 2 ഫോർമുല ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് 2 ഫോർമുല ഉണ്ട്. പിന്നെ ഫ്യൂച്ചർ വാല്യൂയുടെ 3 കേസുകൾ, സിംഗിൾ ക്യാഷ് ഫ്ലോ, റെഗുലർ, ഇമ്മീഡിയറ്റ്. പ്രസന്റ് വാല്യൂയുടെ 3 കേസുകൾ, സിംഗിൾ ക്യാഷ് ഫ്ലോ, റെഗുലർ, ഇമ്മീഡിയറ്റ്. ഓക്കെ, സോ അതിനുശേഷം ബാക്കിയുള്ള ഫോർമുലാസ്, ലീസിംഗിന്റെ കേസ് നമ്മൾ പ്രസന്റ് വാല്യൂന്റെ കേസ് യൂസ് ചെയ്യും, സിംഗിൾ ഫണ്ടിന്റെ കേസ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ യൂസ് ചെയ്യും. പെർപെച്യൂറ്റി ജസ്റ്റ് A/I, ചെറിയൊരു ഫിഫ്റ്റ് ഫോർമുലയേ ഉള്ളൂ. NPV-യുടെ ഫോർമുല, പിന്നെ CAGR-ന്റെ ഫോർമുല, സംതിങ് വാല്യൂഷൻ ഓഫ് ബോണ്ടിന്റെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു കേസ്. ഇത്രയൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഈസിയാണ്. സെറ്റ് വളരെ ഈസിയാണ്. ജസ്റ്റ് അവിടെ കുറച്ച് തിയറി പാർട്സ് മാത്രം പറയുന്നുണ്ട്. പിന്നെ ഒരു ഫോർമുല അല്ലെ. എനിക്കൊന്ന് 4 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടുന്ന് ഈ ഒരു 3 ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് തിയറി പാർട്സ് പറയുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്, സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ മെത്തേഡ്, അങ്ങനെ പറയുന്നുണ്ട്. സോ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കേസ് N of A and B-യുടെ ഫോർമുല അറിയാലോ. N of A and B = N of A plus N of B minus N of A intersection. അതിന് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒറ്റ എക്സാമിനല്ല, പ്രീവിയസ് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊരു കേസ്. പിന്നെ റിലേഷൻ, ഫംഗ്ഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത്രയാണ് മാത്സിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറേ കഴിഞ്ഞില്ലല്ലോ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡെറിവേറ്റീവ്സ് ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഉണ്ട്. ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് എല്ലാവർക്കും മാത്രമേ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ പഠിക്കാത്തവർക്കോ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചവർക്കോ അല്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ മൈൻഡിലുണ്ട്. മനസ്സിലായില്ലേ? സോ ഇനി പഠിക്കുന്നവര് അല്ലെങ്കിൽ പഠിച്ച് അവിടെ ഇവിടെ എത്താത്തവര് അവർ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തോ. ലോജിക് ഏത് ഡെറിവേറ്റീവ്സ് ആൻഡ് ഇന്റഗ്രേഷൻ അങ്ങനെ 4 മാർക്കാണ് ലാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. പഠിച്ചവരോട് നിന്നോട്ടെ, അല്ലാത്തവര് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പിന്നെ ചോദിക്കും പെർമ്യൂട്ടേഷനും കോമ്പിനേഷനോ. പഠിച്ചവരാണോ പഠിച്ചവരെ? പഠിക്കാത്തവര് ഒരു പിടുത്തം കിട്ടാത്തവര് സ്കിപ്പ് ചെയ്തോ. കാരണം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മുടെ ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യേണ്ട ഐറ്റംസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ APയുടെ nth ടേം മറ്റേ തന്നിട്ട് ലാസ്റ്റ് ടേം കാണാനോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കാണാനോ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി.
ഇതിനകത്ത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആകെ 2 ഇക്വേഷൻസ് വരുന്നത്, NPR ഈക്വൽ ടു NCR ഈക്വൽ ടു. എന്നാലോ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ആ ഇക്വേഷനിൽ ചെയ്യുന്ന സിറ്റുവേഷൻ വരാറില്ല. നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ലാസ്റ്റ് ആര് വരണം, ഈവൻ വരണോ, ഓട് വരണോ, ആരൊക്കെ അടുത്തടുത്ത് വരണം, ആരൊക്കെ അടുത്തടുത്ത് വരരുത്, സംതിങ് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സോ സമയം കുറച്ച് പോകും. പിന്നെ അവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ചില വരുന്ന റിപ്പീറ്റ് വരുന്ന വൊവൽസ് ഓഫ് ടുഗദർ സോ അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഫോക്കസ് ചെയ്യാം, അത് പഠിച്ചത്. അല്ലെങ്കിൽ അത് ഒരു മാർക്ക് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൊവൽസ് ഓഫ് ടുഗദർ എന്നൊക്കെ പറയുന്ന റൈറ്റ് സംതിങ്. സോ ഇത്രയാണ് മാത്സിനകത്ത് വരുന്ന കേസുകൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ വന്നാല് അറൌണ്ട് 30 മാർക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 40 മാർക്സിനകത്ത് നിന്ന് അറൌണ്ട് ഒരു 30 മാർക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ആവറേജ് ആയിട്ട് പറഞ്ഞു, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു ആവറേജ് മാർക്സ് അല്ലെ. നിങ്ങൾ പ്ലസ് ചെയ്ത് 14 പ്ലസ് 6 20 വരും. പിന്നെ 28 3 31 മാർക്സ്. ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രം പഠിക്കുവാണെങ്കിൽ 31 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 31 മാർക്സ്. മാത്സിനകത്ത് നിന്ന് മാത്രമാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ ഫോക്കസ് ചെയ്യണം ശ്രദ്ധിച്ചോ. സ്റ്റാറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇത്രയും ചാപ്റ്റേഴ്സ്, അവിടെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 6 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. സോ ലോജിക്കൽ റീസണിംഗ് നമ്മൾ മാറ്റി വെച്ചേക്ക് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. ഫസ്റ്റ് അത് തന്നെ ഫോക്കസ് ചെയ്യണം. തിയറിയാണ്, പക്ക തിയറിയാണ് അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ പക്ക തിയറി. സ്റ്റാറ്റി എന്താണ്, സ്റ്റാറ്റി എവിടുന്ന് വന്നു, ഒറിജിനേറ്റഡ് ഫ്രം സംതിങ് അല്ലെ. പിന്നെ അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ സോഴ്സ് ഓഫ് ഡാറ്റ, എവിടുന്നൊക്കെ ഡാറ്റ നമുക്ക് എടുക്കാം, പ്രൈമറി ഡാറ്റയുടെ സോഴ്സ് എന്താണ്, ഈ കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ക്ലാസിഫൈ ചെയ്ത ഡാറ്റ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം, സംതിങ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ഫോമിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഐറ്റം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. തിയറി, പക്ക തിയറി എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് പക്ക ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചു പോകണം. ഓക്കെ, അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, ഏകദേശം നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു മാർക്സ് എന്ന് പറയുന്നത് അറൌണ്ട് 8 മാർക്സ് വരും. അറൌണ്ട് 6 to 8. ഓക്കെ, 6 to 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ദിനകത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഇവിടുന്ന് പ്രോബ്ലം വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റക്കകത്ത് പ്രോബ്ലംസ് വരാം. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു 2-3 ഇക്വേഷൻസ് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഡയറക്റ്റ് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് ഫ്രീക്വൻസി ഇക്വേഷൻ എന്താണ്? സോ ഒന്നെങ്കിൽ ഓപ്ഷനിൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എന്നുണ്ടാവും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ടു ദ ടോട്ടൽ ഫ്രീക്വൻസി എന്ന രീതിയിലുണ്ടാവും. അതിനെ ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് ഫ്രീക്വൻസി 2 ഇക്വേഷനായി, ഫ്രീക്വൻസി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ക്ലാസ് വിഡ്ത്ത്. ഓക്കെ, പിന്നെ പൈ ഡയഗ്രത്തിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ ആണോ? ബാക്കി കംപ്ലീറ്റ് ആയിട്ട് തിയറി വരും. കംപ്ലീറ്റ് ആയിട്ട് തിയറിയുടെ കേസാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. സോ 6 to 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിന്റെ ടെക്സ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ കോൺസെപ്റ്റ് വേണം. ഓക്കെ, സോ അവിടെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹിസ്റ്റോഗ്രാമിനകത്ത് എന്ത് കിട്ടും, ഒജീവിനകത്ത് എന്ത് കിട്ടും അല്ലെ. സോ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റാണ്. സോ പൈ ഡയഗ്രത്തിന്റെ ഇക്വേഷൻ വേണ്ടി ചോദിക്കാം. പൈ ഡയഗ്രത്തിന്റെ ആംഗിൾ കാണാൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഷുഗറിന്റെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ റേറ്റ് ഉണ്ട്. 92 ഡിഗ്രി ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു ക്വസ്റ്റ്യൻ. സെയിം കോപ്പി പേസ്റ്റ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് എടുത്ത് ഒറിജിനേറ്റ് ചെയ്ത് വന്നു, അങ്ങനെ ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. അതിനുശേഷം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അവിടുന്ന് വരും നമുക്ക് ഒരു 6 to 8 ക്വസ്റ്റ്യൻസ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സോ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റിൽ ഉണ്ട് ഇത് സാധനം അല്ലേ. ഓക്കെ, സോ അവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? മീൻ, മീഡിയൻ, മോഡ്. പിന്നെ ഡിസ്പെർഷൻ മെഷേഴ്സ് ആയിട്ടുള്ള മീഡിയനകത്ത് പാർട്ടീഷൻ വാല്യൂസ് വരുന്നുണ്ടോ, ക്വാർട്ടൈൽസ്, ഡിസൈൻസ്, പെർസെന്റേജസ്. ഓക്കെ, പിന്നെ ഡിസ്പെർഷൻ വാല്യൂസ് ആയിട്ടുള്ള അതിനെ തന്നെ അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അബ്സല്യൂട്ട് മെഷേഴ്സിനകത്ത് റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ അതിന്റെ ഒരു വേരിയൻസ്. സോ ഇതിനൊക്കെ കോഎഫിഷ്യൻസ് അപ്പുറത്ത് റിലേറ്റീവ് മെഷേഴ്സിനകത്ത് വരും. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുലാസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. മാത്സും സ്റ്റാറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിനകത്ത് തിയറി ഇല്ല. അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വളരെ കുറവാണ്. സ്റ്റാറ്റിൽ 40 മാർക്ക് ഉണ്ടെങ്കിൽ 15 മാർക്ക് തിയറി ആയിട്ട് വന്നുകൊണ്ടിരിക്കും.
ഓക്കെ, എല്ലാ ചാപ്റ്ററിനും തിയറി കണ്ടൻസ് വരുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിനകത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ റെഫറൻസിനകത്തും തിയറി ഉണ്ട്, പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ഫ്രം ദെയർ അരിത്മെറ്റിക് മീൻ ഈസ് 0.